ലാ 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 ലാ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇതാരോ വിളിക്കണേ, നമ്മുടെ കൂട്ടുകാരൻ. ഹലോ, എന്താടാ? എടാ, നീ എന്താ പുറത്തൊക്കെ ഇറങ്ങിയൊക്കെ എയർപോർട്ടിൻ്റെ മുന്നിൽ പോയൊക്കെ നീ നെട്ടും. എന്തതിനവിടെ ഉള്ളത് ഗൈസ്? നമ്മുടെ അവിടെ എയർപോർട്ടിൻ്റെ മുന്നിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിൻ്റെ മുന്നിൽ പോയേക്കാം. നമ്മുടെ കൂട്ടുകാരെ നമുക്ക് അവിടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ അവിടെ ഉള്ളത് നോക്കി വെക്കാം. അവിടെ എന്താ ഉണ്ടാവുക നോക്കി വെക്കാം. എന്താ അവിടെ ഉള്ളത് ഗൈസ്? എയർപോർട്ടിൻ്റെ മുന്നിലൊന്നുമില്ലല്ലോ. പിന്നെന്താ ഗൈസ്? എയർപോർട്ടിൻ്റെ മുന്നിലൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. എന്താണാവുക? കുറച്ചും കൂടി അവിടെ പോയേക്കാം. നീ ബൈക്കൊന്ന് നോക്കിയിട്ട് ഗൈസ്, മോൺസ്റ്റർ. അയ്യോ ഗൈസ്, ഇതാ അപകടാ ഗൈസ്, ഓടിക്കോ. ഭാഗ്യത്തിന് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്നാലും ഞാൻ കണ്ടത് മോൺസ്റ്റർ സ്വപ്നാണോ? മോൺസ്റ്ററേ ഭാഗ്യത്തിന് ഗൈസ് അത് പോയിരിക്കുന്നു. ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്കിൻ്റെ പണിയാളാകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വഴി നോക്കിയേ പറ്റുമോ? അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തല്ല ബോസ് ഉണ്ട്. നമ്മുടെ ബോസിൻ്റെ അനിയൻ. ബോസ് നാട്ടിലില്ല. അപ്പോൾ നമുക്ക് ബോസിൻ്റെ അനിയൻ്റെ അടുത്തേക്ക് പോവാം. ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല. ഇത് അങ്ങനത്തെ കാര്യമാണ്. നമുക്കപ്പോൾ ബോസിൻ്റെ അനിയൻ്റെ അടുത്ത് പോകാൻ. ബോസ് നാട്ടിലില്ല. ബോസിൻ്റെ അനിയനും നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. ബോസിൻ്റെ അനിയനും കുറേ ഗ്യാങ് ഉണ്ട്. അപ്പം നമുക്ക് ബോസിൻ്റെ അനിയൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി വല്ല വഴിയുണ്ടോ ചോദിച്ചേക്കാം. എന്നാലും ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല. ബോസിൻ്റെ അനിയൻ എവിടെയെങ്കിലും വാക്കിങ് എന്തായാലും ചെയ്യുന്നുണ്ടാവും. ഗൈസ്, ബോസിൻ്റെ അനിയൻ ഇവിടെ വാക്കിങ് ചെയ്യുന്നുണ്ട്. ഇതാ ബോസിൻ്റെ അനിയൻ ഇതാട്ടോ ഗൈസ്. അപ്പം നമുക്ക് നേരെ ബോസിൻ്റെ അനിയൻ്റെ അടുത്ത് വല്ല വഴിയുണ്ട് ചോദിച്ചോക്കാം. അല്ലാതെ പറ്റില്ല. അതെ, മറ്റേ ബോസിൻ്റെ അനിയനാണ്. ബോസിൻ്റെ പേരെന്തായിരുന്നു? ഫസൽ ബോസിൻ്റെ അനിയനാണോ? അതെ, അനിയനാണേ. എന്തിനാ വന്നേ? ഇവിടെ ഒരു മോൺസ്റ്റർ നേരത്തെ വന്നു. അത് അറിഞ്ഞോ? അത് അറിഞ്ഞല്ലോ. ഇപ്പം അത് പോയില്ലേ? ഇപ്പം കുഴപ്പമില്ലല്ലോ. എന്നാലും അത് വെറുതെ വിട്ടാൽ പറ്റില്ല. കാരണം അത് അപകടമാണ്. അപ്പോൾ വല്ല വഴിയുണ്ടോ? വഴിയുണ്ട്. നിൻ്റെ വീടിൻ്റെ സൈഡിലൊരു ചാലഞ്ച് ഇല്ല. ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാതെ അതിമാനെ. അപ്പോൾ അത് തന്നെത്താനെ പോയിക്കോളും. അത് പറയുന്നത് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ പോകുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. ബോസിൻ്റെ അനിയൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ബോസിൻ്റെ അനിയൻ പെട്ടെന്ന് പറഞ്ഞു. ബോസ് ആകുമ്പോൾ ആലോചിച്ചിട്ടാണ് പറയുക. അപ്പോൾ നമുക്ക് നേരെ വേഗം ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. എന്നിട്ട് വേണം ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഗൈസ്. ഈ ചാലഞ്ച് അതുകൊണ്ട് ഇതിപ്പോഴും അവിടെ പണി ഇതാണോ? ഇനി നമുക്ക് നേരെ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. എപ്പോൾ പണി ചെയ്താലും വേണ്ടില്ല. ചിലപ്പോൾ ആ മോൺസ്റ്ററിൻ്റെ പണിയാവും. ആ മോൺസ്റ്ററിന് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ ഈ നാട് വിടുന്നതുണ്ട്. അപ്പം നമുക്ക് ഈ ചാലഞ്ച് അവിടെ വേഗം കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ ചാലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അവിടെ ഒരു കുണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേനാണ് ഒക്കെ പോവാം. നമുക്ക് ഈ ചാലഞ്ച് വേഗം കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ പറ്റില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ ബൈക്ക് പോവും. അപ്പോൾ ഇന്ത്യൻ ബൈക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ മോൺസ്റ്റർ ഇന്ത്യൻ ബൈക്ക് ഫുള്ളായിട്ട് തീർക്കും. ഇപ്പോൾ എൻ്റെ കാലിമ്മയും കയ്യുമ്മയൊക്കെ മുറിയായി. എന്നെ എടുത്ത് എറിഞ്ഞു അയാൾ. എൻ്റെ കാലിമ്മയും കയ്യുമ്മയൊക്കെ മുറിയായി. നല്ല വേദന ഉണ്ട്. എന്നിട്ട് ഞാൻ ബൈക്ക് ഓടിക്കുന്നുണ്ട്. നല്ല വേദന ഉണ്ട്. നമ്മുടെ നാടിനെ രക്ഷിച്ചല്ലേ പറ്റൂ. നമ്മുടെ നാടിനെ രക്ഷിച്ചല്ലേ പറ്റുമോ? അല്ലാതെ പറ്റില്ലല്ലോ. നല്ല വേദന ഉണ്ട്. എന്നാലും നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ. അപ്പം നമുക്ക് ഈ ചാലഞ്ച് വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. എന്താ പറ്റാത്ത? വേഗം പോ. ഈ ഫ്രാങ്ക്ലിനാണ് നിന്ന് കളിക്കണേ. അങ്ങനെ ഗൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല ടഫാണല്ലോ. ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യുക ഗൈസ്? ഇവിടെ നല്ല ടഫാണ്. അയ്യോ, ഞാൻ വിചാരിച്ച് പോയി ഗൈസ്. നമ്മൾ ആ ഭാഗം കാണിക്കണില്ല. അമ്മാതിരി ടഫായിരുന്നു. ആ ഭാഗം അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോവാം. ഇവിടെ എന്താ ഗൈസ്? ഇവിടെ ഇപ്പം എന്താ ചെയ്യുക?
ഗൈസ് ഇവിടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ പറ്റില്ലേ? നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചെറിയത് ഇറങ്ങിപ്പോയി. ഇപ്പോൾ നേരം വൈകാണോ? അപ്പം നമ്മുടെ ആ മോൺസ്റ്റർ പോകും, നമ്മുടെ ലിങ്കമേക്ക് നശിപ്പിക്കും. നമുക്ക് വേഗം സ്പീഡിൽ ചെയ്യണം. സ്പീഡിൽ ചെയ്യാതെ പറ്റില്ല. ഇതെന്താ ഇവിടെ സംഭവം? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കിപ്പോൾ സൈഡിൽ കൂടെ വല്ല വഴിയുണ്ടോ? ഇല്ലല്ലോ. നോക്കി നോക്കാം ഗൈസ്. ഇപ്പം ഇതേനെ വല്ല വഴിയുണ്ടോ? ഗൈസ് ഇവിടെ ഒന്നും കാണാനില്ല. പിന്നെന്താ ഇതെന്താ സംഭവമാണാവോ? ഗൈസ് മനസ്സിലാവണില്ല. നല്ലത് അതിൻ്റെ ഉള്ളിലെ പോവാം. അടിക്കാട് പോയി ഗൈസ്. അത് നമുക്ക് മനസ്സിലായി. പക്ഷെ ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. നല്ല ടഫായിരുന്നു ആ ഭാഗം. നമുക്ക് മനസ്സിലായി. മോൾക്ക് അവിടെ വരികയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചാലഞ്ചിന് ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് വേഗം ഒന്നൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. എന്നാലും ആ മോൺസ്റ്റർ പോവുള്ളൂ കേട്ടോ ഗൈസ്. നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യാം ഈ ചാലഞ്ച്. എന്നാലും ആ മോൺസ്റ്റർ പോവുള്ളൂ. നമുക്ക് പോവാം. ഹലോ 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 ഗൈസ്. നമുക്ക് വേഗം പോവാം. വേഗം പോവാം. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഈ ചാലഞ്ച് ഗൈസ്. നമുക്ക് വേഗം ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേഗം. നല്ല മോൺസ്റ്റർ പോവുള്ളൂ. ഇവിടെയൊക്കെ നല്ല സിമ്പിളാട്ടോ ഗൈസ്. ഇവിടെ സിമ്പിളാണ്. ഇവിടെ നല്ല ടഫാ. ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ പോവുക? ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതേപോലെയാണ് നടന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗൈസ്? നമ്മൾ ആ ഭാഗമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. 50 രൂപ നല്ല ടഫുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. ഇത് കുറച്ച് ടഫാണ്. അയ്യോ ഗൈസ്, എൻ്റെ പടം പെട്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പോവുക. പെട്ട് ഗൈസ്, പെട്ട്. ഈ ഫ്രാങ്ക്ലിൻ എന്താ കാണിച്ചിട്ടുണ്ട്? പോയി. ടയറാണ് പോയി ഗൈസ്. ഈ ഫ്രാങ്ക്ലിൻ്റെ അഭിനയം കുറച്ച് ഓവറാട്ടോ ഗൈസ്. പറ്റണില്ല. പിന്നെ ആരും നമ്മുടെ ചാനലിൽ ലൈക്കും ഷെയറൊന്നും ചെയ്യുന്നില്ല ഗൈസ്. നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഭാഗമാണ് ചെയ്യാം ഗൈസ്. ആരും നമ്മുടെ ചാനലിൽ ലൈക്കും ഷെയറും സപ്പോർട്ടൊന്നും ചെയ്യണില്ല. നല്ല വ്യൂസ് ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് മാത്രം കുറവും ഗൈസ്. പറ്റിയില്ല, അവിടെ എത്തിയില്ല. ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇവിടെ എത്തിയില്ല ഗൈസ്. ഞാൻ ഫൈനലി ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ മോൺസ്റ്റർ പോയിൻ്റാവും ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.